പണ്ടത്തെ കാലത്തെ ചന്ത കാണാനുള്ള അവസരം കുട്ടികൾക്ക് ഒരുക്കി കൊടുത്തതിൽ സ്കൂളിനും PTA-ക്കും എല്ലാവർക്കും അഭിനന്ദനം. കുഞ്ഞുങ്ങൾക്കും പഴയകാലം കുഞ്ഞുങ്ങൾക്ക് ഓർമ്മിക്കാം. ഇപ്പം ഇപ്പോഴത്തെ കാലം എന്ന് നോക്കുമ്പോൾ ഇതൊന്നും ഇല്ലല്ലോ, കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ല. പഴയകാലമാകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ എങ്ങനെ വില? 750 രൂപ. 200 രൂപ. എങ്ങനെ വിലയൊക്കെ? രാമപുരം മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ കാലത്തെ ആ ഒരു എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ നമ്മുടെ ഈ CMS LP സ്കൂളിലോട്ട് നമ്മൾ റീക്രിയേറ്റ് ചെയ്താണ് നമ്മുടെ ഈ കുഞ്ഞു പിള്ളേരും ഇവിടുത്തെ PTA അംഗങ്ങളും ചേർന്ന് രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ചേർന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചായക്കട നമ്മൾ അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ചായക്കട പഴയ കാലത്തെ നെയ്യപ്പമുണ്ട്. നെയ്യപ്പം കൊടുക്കുക. എത്ര എണ്ണം വേണം? ഈ റാന്തൽ അതുപോലുള്ള ചീനിച്ചട്ടി അടുപ്പ് പോലെ ഈ പണ്ടത്തെ ഈ പണ്ട് കാലങ്ങളിൽ തെറുപ്പ് ബീഡി കിട്ടി അത് ഇതിനകത്ത് ഇട്ടാണ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾ ഒരുമാതിരിപ്പെട്ട എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് കപ്പ, അന്നത്തെ കാലത്തെ കപ്പ എന്ന ലെവലിൽ നമ്മൾ അന്നത്തെ ത്രാസ് അതിൻ്റെ വിൽപ്പന ശൈലികൾ എന്ന ലെവലിൽ, പിന്നെ മാട്, പോത്ത്, ആട്, പിന്നെ മീനെല്ലാം ലൈവാണ്. നമ്മൾ അന്നത്തെ വില വെച്ച് വിൽക്കാൻ പറ്റുകയില്ല, ഇന്നത്തെ വില വെച്ചാണ് ഇപ്പോൾ ഇന്നത്തെ വില വെച്ച് നമ്മൾ വിൽക്കുന്നത്. എല്ലാം ഈ അയില കാണുമ്പോൾ അറിയാം ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന്. പച്ച അന്നത്തെ നിന്ന് രാവിലെ കിട്ടിയ മീനുകളാണ്. പിന്നെ വെജിറ്റബിൾസ് ആണ്, പിന്നുണ്ട് പച്ചക്കറിയുണ്ട്. അതിൽ അന്നത്തെ കാലത്ത് നെല്ല് അതുപോലെ ഉമി നമ്മൾ ചാക്കിൽ കൊണ്ടുവന്ന് നാഴിയിൽ അളന്ന് വിൽക്കുന്നൊരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു. അതുപോലെ വെച്ച് വിൽക്കുകയായിരുന്നു. എണ്ണത്തിനായിരുന്നു അന്ന് വാല്യൂ ഉള്ളത്. അങ്ങനായിരുന്നു അന്ന് വിറ്റുകൊണ്ടിരുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു. ഇതിപ്പോൾ അന്നത്തെ കാലത്ത് വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വാപ്പ പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ഈ കാണുന്നൊരു കൂന അന്നത്തെ 4 അണ 5 അണ അങ്ങനെ ഒരു ശൈലിയായിരുന്നു. പക്ഷെ നമുക്ക് ഇന്ന് വിലയ്ക്ക് അത് പറ്റുകയില്ല. അങ്ങനെ അതേപോലെ തന്നെ ഓരോ
പങ്കായിട്ട് പൗത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാ ഐറ്റവും ഉണ്ട്. ചക്കയുണ്ട്, കൂമ്പുണ്ട്, പയറുണ്ട്, മുരിങ്ങയിലയുണ്ട്. ഈ കാണുന്ന എല്ലാം വെച്ചിട്ടുണ്ട്. കാന്താരി മുളക് ഉൾപ്പെടെ, മുരിങ്ങയില ഉൾപ്പെടെ എല്ലാം നാടൻ സാധനങ്ങൾ. ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ വീട്ടുകളിൽ നിന്നായി കളക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? നമ്മൾ വെജിറ്റബിൾ പച്ചക്കറി കടയിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. നമ്മളെല്ലാം ചെയ്യുന്നത് അന്നത്തെ കാലത്തെ നാഴിയിൽ ഈ അരി ഇങ്ങനെ അളന്ന് കൊടുക്കുന്ന അന്ന് ഇതിന് 4 അണ 1/2 അണ എന്ന ലെവലിലൊക്കെയായിരുന്നു കൊണ്ടുപോകുന്നത്. പിന്നെ നെല്ല് അന്നത്തെ ഒരു പറമ്പ് എന്ന് പറയുന്ന പോലെ ആ പറയായിട്ട് തന്നെ നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. കൊള്ളാം, അത് നല്ലൊരു കാര്യം തന്നെ. കുട്ടികൾക്കൊരു പുതിയ അനുഭവം തന്നെയാണ് ശരിക്കും കേട്ടോ. പിന്നെ ചുണ്ണാമ്പ്, പാക്ക്, എല്ലാം അന്നത്തെ ഇതേ തന്നെ വാഴയിലയിൽ പൊതിഞ്ഞ് ചുണ്ണാമ്പ് വിൽക്കുന്ന ഒരു സമ്പ്രദായം അന്ന് നമ്മുടെ ഈ ആലാപുരം മാർക്കറ്റിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൂവ്, പപ്പടം ഇങ്ങനെ തന്നെ ആയിരുന്നു അന്നും വിറ്റുകൊണ്ടിരുന്നത്. എണ്ണമായിരുന്നു, ഇത്ര എണ്ണം ഇത്ര രൂപ എന്ന ലെവലിലായിരുന്നു അന്ന് വിറ്റുകൊണ്ടിരുന്നത്. പിന്നെ പൂവ്, പിന്നെ ഉണക്കമീൻ, ഇത് വാഴയിലേക്ക് പപ്പടം തന്നെ ഇങ്ങനെ കെട്ടിയായിരുന്നു അന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാം നമ്മൾ നന്നായിട്ടുണ്ട്. കുട്ടികൾക്ക് പുതിയൊരു അനുഭവമാണ്. ഒരു കാലഘട്ടത്തെ ഒന്ന് വരച്ച് കാണിക്കാന്നുള്ളതാണ് ലൈവായിട്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. എന്തായാലും വളരെ സന്തോഷം കുട്ടികൾക്ക് വേണ്ടി ഇത്രയും നല്ലൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തല്ലോ. പണ്ടത്തെ കാലത്തെ ചന്ത കാണാനുള്ള അവസരം കുട്ടികൾക്ക് ഒരുക്കി കൊടുത്തതിൽ സ്കൂളിനും PTA-ക്കും എല്ലാവർക്കും അഭിനന്ദനം. കുഞ്ഞുങ്ങൾക്കും പഴയകാലം കുഞ്ഞുങ്ങൾക്ക് ഓർമ്മിക്കാം. ഇപ്പം ഇപ്പോഴത്തെ കാലം എന്ന് നോക്കുമ്പോൾ ഇതൊന്നും ഇല്ലല്ലോ, കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ല. തീർച്ചയായും പഴയകാലമാകുമ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അത് സന്തോഷമാണ്. വന്നപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു കാലഘട്ടത്തെ നല്ല വേഷവും, കുഞ്ഞുങ്ങൾ പലതരം വേഷങ്ങളും ധരിച്ച് മീൻ കച്ചവടം ശരിക്കും ഒരു നാട്ടിൻപുറം തന്നെ നമ്മൾ വരച്ച് കാണിക്കുകയാണ് ശരിക്കും പഴയകാലത്ത് അല്ലേ. അത് ശരിക്കും നല്ലൊരു അനുഭവമാണ് കേട്ടോ കുട്ടികൾക്ക്. അപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് എൻ്റെയൊക്കെ പ്രായമുള്ള നിങ്ങൾക്ക് അതൊക്കെ കാഴ്ചകൾ ഓർമ്മയാണ്. അതെ, തീർച്ചയായും. പുതിയ ആൾക്കാർക്ക് ഒരു കാലഘട്ടത്തിൽ പണ്ട് ഇങ്ങനെ ആയിരുന്നു ഇപ്പൊ ഇതുപോലെ മുണ്ടും ബ്ലൗസും ഒന്നും കാണുന്നില്ല. ഇപ്പൊ എല്ലാം ചുരിദാറാണ്. പ്രായം വരെ ചുരിദാറല്ലേ ഇപ്പോഴത്തെ ഈ കാലഘട്ടമൊക്കെ നല്ലതാണ്. കൊള്ളാം. എന്തായാലും കുട്ടികൾക്ക് വേണ്ടി ഇത്രയും നല്ല ആംബിയൻസ് ഒരുക്കി കൊടുത്തതിനകത്ത് ഇതിൻ്റെ രക്ഷകർത്താക്കൾക്കും സ്കൂളിൻ്റെ ഭാരവാഹികൾക്കും എല്ലാം പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയേണ്ട കാര്യം തന്നെയാണ്. ടീച്ചർമാർ മുൻകൈ എടുത്തതെല്ലാം തീർച്ചയായും. അതിൻ്റെ തന്നെ ഷോർട്ട് ഫിലിമും ഒക്കെ കുട്ടികളുടെ ടാലൻറ്റ് കാണിക്കാൻ വേണ്ടി കാണിച്ചു. എല്ലാം ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. അല്ലേ, തീർച്ചയായും. അല്ലേ, ശരിക്കും സ്കൂളുകൾ ഇങ്ങനെ ആകണം. കുട്ടികൾ ഒരുപാട് ടാലൻ്റ് ഉള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊന്നും അവസരങ്ങൾ പണ്ട് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം പിന്നെയും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് പിന്നെയും കുറേയൊക്കെ കിട്ടുന്നുണ്ട്. മനസ്സിലായി. അപ്പോൾ അത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ, ഒരു പ്രൊമോട്ടേഷൻ കിട്ടുക എന്ന് പറയുന്നത്. ഓക്കെ.